നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിഷാലയം. ഓം നമ ശിവായ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഇന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ശിവരാത്രി, അതായത് 2025 ഫെബ്രുവരി 26 വരുന്ന ശിവരാത്രി. ശിവരാത്രിക്ക് ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും ധനപരമായ നേട്ടങ്ങളും മനസ്സന്തോഷം, കാര്യവിജയം, ആയുരാരോഗ്യ സൗഖ്യം എന്നീ കാര്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അത് ജീവിതം മുഴുവൻ ആയിട്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാവും. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് യാതൊരു ബുദ്ധിമുട്ടും തെറ്റും കൂടാതെ ഏതൊരു പ്രവൃത്തിയാണോ ആ പ്രവൃത്തി നല്ല രീതിയിൽ ചെയ്തു തീർക്കാൻ ഈ 3 കാര്യങ്ങൾ ചെയ്താൽ അത് വളരെയധികം സഹായകരമാവും. നമുക്ക് എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഇന്ന് തുടങ്ങി തന്നെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 26 വരെ ശിവരാത്രി ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ ശിവരാത്രിക്ക് മുമ്പായിട്ടോ അല്ലെങ്കിൽ ശിവരാത്രി ദിവസമോ ഈ 3 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടും ഭക്തിയോടും മനഃശുദ്ധിയോടും കൂടിയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാകും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് എല്ലാ കാര്യങ്ങളിൽ നിന്നും ഉയർച്ചയും സൗഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, പറ്റുമെങ്കിൽ അന്ന് ഭഗവാന് കരിക്ക് അഭിഷേകം നടത്തുക. അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. കരിക്ക് കൊണ്ടുപോയിട്ട് അഭിഷേകം ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ ദുരിതഹര മന്ത്രാർച്ചന ചെയ്യുക. അത് പറ്റുമെങ്കിൽ കൂവളത്തിൻ്റെ ഇല വെച്ചിട്ട് ദുരിതഹര മന്ത്രാർച്ചന ചെയ്യാൻ പറയുക. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും മാറിയിട്ട് പെട്ടെന്ന് തന്നെ അനുകൂലമായിട്ട് ഭവിക്കും. അതുപോലെ മറ്റൊരു വഴിപാടാണ് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പിൻവിളക്ക് നടത്തുന്നത് വളരെ ഗുണകരമാണ്. അതുപോലെ വിശേഷ നിവേദ്യങ്ങളായ വെള്ള നിവേദ്യം, പിഴിഞ്ഞ പായസം എന്നിവ നടത്തുന്നതും ഭസ്മാഭിഷേകം നടത്തുന്നതും വളരെ അനുകൂലമായ കാര്യമാണ്. ശിവരാത്രിക്ക് നോൻപ് നോക്കുന്നത് വളരെ ഐശ്വര്യപ്രദവും ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടാൻ വളരെ സഹായകരമായ ഒരു കാര്യമാണ്. ശിവരാത്രി ഇന്ന് തലേ ദിവസം രാത്രി തുടങ്ങി നമ്മൾ നോമ്പ് എടുക്കുന്നത് വളരെ ഗുണകരമാണ്. ശിവരാത്രി ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി നേരത്തെ പറഞ്ഞ മാതിരി യഥാശക്തി വഴിപാട് ചെയ്യാൻ സാധിച്ചാൽ വളരെ ഗുണകരം. അതുപോലെ തന്നെ അന്ന് ജലപാനം കഴിക്കാതെ വ്രതമെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. എന്നിരുന്നാലും ആരോഗ്യപരമായിട്ട് പ്രശ്നമുള്ളവർ ലഘുഭക്ഷണങ്ങൾ, അതായത് ഫ്രൂട്ട്സ്, പാല്, ഇളനീര് എന്നിവയൊക്കെ കഴിച്ച് നമുക്ക് ഓം നമ ശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം എത്ര തവണ ഉരുവിടാൻ പറ്റുമോ അത്രയും തവണ ഉരുവിട്ടുകൊണ്ട് ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ടും പറ്റുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ തന്നെ ആ ദിവസം കഴിച്ചു കൂട്ടുന്നതും, ഇനി അങ്ങനെയല്ല അടുത്ത് ക്ഷേത്രം ഇല്ലെങ്കിൽ വീട്ടിൽ മഹാദേവൻ്റെ ഫോട്ടോ വെച്ചിട്ടോ അല്ലെങ്കിൽ വൃത്തിയായി ഒരു സ്ഥലത്ത് നിലവിളക്ക് കൊളുത്തി വെച്ച് കൂവളമാല അല്ലെങ്കിൽ കൂവളത്തെ പൂവ് ഇങ്ങനെയുള്ള ഇതൊക്കെ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ നമഃശിവായ പ്രാർത്ഥിക്കുകയും കരിക്ക് നിവേദ്യമായിട്ട് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അന്നേ ദിവസം പരിപൂർണമായിട്ടും രാത്രി ഉറക്കമൊളിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതും ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ളവരാണെങ്കിൽ 12 മണി വരെയെങ്കിലും 12 മണി കഴിയുന്നത് വരെയെങ്കിലും ഉറക്കമൊളിച്ച് നമഃശിവായ ജപിക്കുക. ഇതിലൂടെ ഈ ശിവരാത്രി ഇങ്ങനെ കൊണ്ടാടുന്നതിലൂടെ എല്ലാ ഭഗവാന്റെ ഭക്തർക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും യശസ്സും വർദ്ധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദേവാദിദേവനായ മഹാദേവൻ
എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.